ഇറാന്റെ മിലിറ്ററിയുടെ മേജർ ജനറൽമാരിൽ ഒരാളായിട്ടുള്ള മൊഹ്സിൻ റസി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. മൊഹ്സിൻ റസി പറഞ്ഞത് ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് വിക്ഷേപിക്കുകയാണെങ്കിൽ പകരം പാകിസ്ഥാൻ ഇസ്രായേലിൽ ആണവ ബോംബ് ഇടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സാധാരണ പട്ടാളക്കാരനല്ല പറഞ്ഞത്, ഇറാൻ മിലിറ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ജനറൽമാരിൽ ഒരാളായിട്ടുള്ള ആളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേൽ ഞങ്ങൾക്കെതിരെ ആണവ ബോംബ് ഉപയോഗിച്ചാൽ പകരം പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവ ബോംബ് ഉപയോഗിക്കുമെന്ന ഉറപ്പ് പാകിസ്ഥാൻ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേജർ ജനറൽ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗം കൂടിയായിട്ടുള്ള ഇദ്ദേഹം ഈ റൈസി എന്ന് പറയുന്ന ആൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ചിലപ്പോൾ പാകിസ്ഥാൻ സ്വകാര്യമായിട്ട് ഇങ്ങനെ ഒരു ഉറപ്പൊക്കെ കൊടുത്തിരിക്കാം. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം സ്വന്തമായിട്ടുള്ള ഏക രാജ്യം പാകിസ്ഥാനാണ്. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെന്റ് ആണ്, മോശം എക്കണോമിയാണ്. ഇതൊക്കെയാണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല പേരുകളിൽ പാകിസ്ഥാൻ മിലിറ്ററിക്കും പാകിസ്ഥാൻ ഗവൺമെന്റിനും ഫണ്ട് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടിങ്ങിന് കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധമാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് പാകിസ്ഥാന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മേൽ ഒരു ആണവ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ സഹായിക്കും. ഈ ഒറ്റ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തുർക്കി പോലും പാകിസ്ഥാനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആണവായുധം ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാനെ ആർക്ക് വേണമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ബംഗ്ലാദേശിന് എന്തുകൊണ്ടാണ് ആർക്കും വേണ്ടാത്തത്? ബംഗ്ലാദേശിന്റെ കയ്യിൽ അങ്ങനെ പറയത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എത്രയോ ഇസ്ലാമിക രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്, ആരും മൈൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മലേഷ്യയ്ക്കോ ബ്രൂണയ്ക്കോ അല്ലെങ്കിൽ മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങൾക്കോ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ലോകത്തെ സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏക കാരണം അവരുടെ കയ്യിലുള്ള ആണവായുധമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു ഗ്യാരണ്ടി, ആ ഒരു ഉറപ്പ് ഇറാനെ കൊടുത്തിരിക്കാം. അത് പക്ഷേ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ഇറാൻ സത്യത്തിൽ പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഒരു വലിയ കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒന്നാമതേ ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇസ്രായേലിന് നന്നായിട്ട് അറിയാം ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടുന്നത് പോലെ അപകടകരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്, നമ്മൾ അത് മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാന്റെ കയ്യിൽ കൂടി ഒരു ആണവായുധം ഉണ്ടായെന്ന് പറഞ്ഞ് നമുക്കൊന്നും വരാനില്ല. കാരണം ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രമായ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ വന്നാൽ